നിങ്ങൾക്ക് ഏതൊക്കെ തരം പ്രോസസ്സറുകളെ പറ്റി അറിയാം? ഇന്റൽ എന്ന വാക്ക് മാത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് സിപിയു ആണ്. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്നാൽ ജിപിയു അതായത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന വാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് സിപിയുവിനെ പോലെ അല്ല. ഇത് കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്സിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് സിപിയുവിനേക്കാളും കൂടുതൽ കാര്യക്ഷമതയുണ്ട്. പ്രധാനമായും ഗെയിമിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുക. അതിന്റെ തലതൊട്ടപ്പനായ ഒരു കമ്പനി ഉണ്ട്. കഴിഞ്ഞ വർഷം ആപ്പിൾ എന്ന ഭീമൻ കമ്പനിയെ വരെ മലർത്തിയടിച്ച ഒരു കമ്പനി, ഗെയിമേഴ്സിന്റെ പ്രിയപ്പെട്ട കമ്പനി, ദ വൺ ആൻഡ് ഓൺലി എൻവിഡിയ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻവിഡിയനെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിഫോർണിയയിലെ സാന്താ ക്ലാര ആസ്ഥാനമാക്കിയ ഒരു കമ്പനിയാണ് എൻവിഡിയ കോർപ്പറേഷൻ. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ട്രില്യൺ ആണ്. ഇത് ലോകത്തിലെ 180-ലേറെ രാജ്യങ്ങളുടെ GDP-യേക്കാൾ കൂടുതലാണ്. ഗെയിമിംഗ്, ഡാറ്റാ സെന്റർ, ഓട്ടോണോമസ് സിസ്റ്റം എന്നിവയ്ക്കുള്ള ശക്തമായ GPUകളുടെ AI കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര ടെക് കമ്പനിയാണ് എൻവിഡിയ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഡാറ്റ പ്രോസസ്സിംഗ് അതിവേഗമായി. ഇവയ്ക്ക് കൂടുതൽ ഡാറ്റ കപ്പാസിറ്റി ഉണ്ട്. ഇതോടെ നേരത്തെ തന്നെ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് മേഖലയിൽ പ്രഥമ സ്ഥാനമുള്ള എൻവിഡിയയ്ക്ക് ആവശ്യക്കാർ ഏറെയായി. എൻവിഡിയ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് 1999 ജനുവരി 22-നാണ്. 2023-ലാണ് കമ്പനി 1 ട്രില്യൺ വിപണി മൂല്യത്തിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് $3.52 ട്രില്യൺ വിപണി മൂല്യത്തിൽ എത്തിയതോടെ ആപ്പിൾ എന്ന ഭീമൻ കമ്പനിയെ മറികടന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയായി എൻവിഡിയ മാറി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 3 ഇരട്ടി വിപണി മൂല്യമുള്ള ഒരു കമ്പനിയായി മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. GPT-4 പോലുള്ള LLMകളുടെ പരിശീലനത്തിനായി മികച്ച പെർഫോമൻസ് ഉള്ള AI ചിപ്പുകൾ തന്നെ വേണം. അതുള്ളത് എൻവിഡിയയുടെ കയ്യിൽ മാത്രമായിരുന്നു. അപ്പോൾ വൻകിട കമ്പനികളൊക്കെ എൻവിഡിയയെ തേടിയെത്തി. 2022-ൽ ഏകദേശം $14 ആയിരുന്നു ഈ കമ്പനിയുടെ ഓഹരി വില. എന്നാൽ 2025 ആയപ്പോഴേക്കും, അതായത് 2025 സെപ്റ്റംബർ ആയപ്പോഴേക്കും $177 ആയി മാറി ഓഹരി വില. അതായത് 3 വർഷത്തിനുള്ളിൽ 1100%, അതായത് ഏകദേശം 12 മടങ്ങാണ് കൂടിയത്. ഇത് കാരണമാണ് എൻവിഡിയയുടെ വിപണി മൂല്യം കൂടിയത്. ഇനി നമുക്ക് കമ്പനിയുടെ ചരിത്രത്തിലേക്ക് പോകാം. വർഷം 1993. തങ്ങളുടെ കയ്യിലുള്ള വെറും $4000 വെച്ച് തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു എൻവിഡിയ. ജെൻസൺ ഹുവാങ്ങും കൂട്ടുകാരുമായിരുന്നു ഈ കമ്പനി ഉണ്ടാക്കിയത്. ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് എന്ന പുതിയ ആശയത്തോടു കൂടിയുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. തുടർന്ന് കമ്പനിക്ക് ഫണ്ടിങ്ങിനായി സെക്യൂയ ക്യാപിറ്റൽ എന്ന കമ്പനിയും സട്ടിൽ വെഞ്ചേഴ്സ് എന്ന കമ്പനിയും മുന്നോട്ട് വന്നു. അവരിൽ നിന്നും ഏകദേശം $20 മില്യൺ ആണ് കിട്ടിയത്. 1995-ൽ, അതായത് 1995 നവംബർ 11-ന് എൻവിഡിയയുടെ ആദ്യത്തെ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് ഗ്രാഫിക്സ് കാർഡ് ഇറങ്ങി. അതായിരുന്നു NV1. 2D 3D ഗ്രാഫിക്സ്, ഓഡിയോ, പിന്നെ സേഗ സാറ്റേൺ എന്ന ഗെയിമിംഗ് കൺസോളിനായി ഗെയിമിംഗ് പാഡ് പിന്തുണ എന്നിവ സംയോജിപ്പിച്ച ഒരു മൾട്ടിമീഡിയ ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് NV1. സ്ക്രീനിൽ ചിത്രങ്ങൾക്കായി ട്രയാങ്കിൾ പ്രിമിറ്റീവ് എന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എൻവിഡിയ ക്വാഡ്രേറ്റീവ് പ്രിമിറ്റീവ് എന്ന പുതിയ ഒരു സംവിധാനം ഉപയോഗിച്ചു. എന്നാൽ മൈക്രോസോഫ്റ്റിന്റെ ഡയറക്റ്റ് എക്സ് എന്ന സോഫ്റ്റ്വെയർ ഇറങ്ങിയതോടെ എൻവിഡിയയുടെ കാര്യം അവതാളത്തിലായി. NV1 നിർമ്മിക്കുന്നതിനായി എൻവിഡിയ ചില സ്റ്റാർട്ടപ്പ് കമ്പനികളുമായും
പിന്നെ ഡയമണ്ട് സേഗ എന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ അന്നത്തെ വ്യാവസായിക മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ഈ പദ്ധതി പരാജയപ്പെട്ടു. അതോടെ എൻവിഡിയ എന്ന കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു. 1996-ൽ കമ്പനി പുനഃസ്ഥാപിക്കപ്പെട്ടു. തൊഴിലാളികളുടെ എണ്ണം കുറച്ചു. പിന്നീട് അവർ NV3 എന്ന പുതിയ ചിപ്പ് നിർമ്മിച്ചു. അതായത് റിവ 128 എന്ന പേരിൽ. ഇത് ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാഫിക്സ് ആക്സലറേഷൻ ചിപ്പായിരുന്നു. ഈ ചിപ്പ് വന്നതോടുകൂടി കമ്പനിയുടെ ഭൂരിഭാഗം ആസ്തിയും തീർന്നു കഴിഞ്ഞിരുന്നു. തൊഴിലാളികൾക്ക് കൊടുക്കാൻ വെച്ച ശമ്പളം മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അടുത്ത 4 മാസം കൊണ്ട് 10 ലക്ഷം റിവ 128 ചിപ്പുകളാണ് വിറ്റുപോയത്. പിന്നീട് 1998-ൽ അവർ റിവ TNT എന്ന പുതിയ ചിപ്പ് പുറത്തിറക്കി. പിന്നീട് അങ്ങോട്ട് കമ്പനിയുടെ കുതിച്ചുചാട്ടമായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ കമ്പ്യൂട്ടറിൽ 2D ഗ്രാഫിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വീഡിയോ ഗെയിമുകൾ, സിമുലേഷൻ, ഡിജിറ്റൽ മീഡിയ എന്നിവയ്ക്കായി 3D ഗ്രാഫിക്സ് വേണം. അതിനു വേണ്ടിയാണ് GPU എന്ന യൂണിറ്റ് ഉണ്ടാക്കിയത്. 1999 ഒക്ടോബർ 11-നാണ് എൻവിഡിയയുടെ ആദ്യത്തെ GPU പുറത്തിറങ്ങുന്നത്. അതായത് എൻവിഡിയ GeForce 256. കോംപ്ലിക്കേറ്റഡ് ആയ ഗ്രാഫിക് പ്രോസസ്സിംഗുകൾ അത് നിസ്സാരമായി ചെയ്യും. കോംപ്ലിക്കേറ്റഡ് ആയ കമ്പ്യൂട്ടിംഗ് ടാസ്കുകൾ അത് നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കും. എൻവിഡിയയ്ക്കൊപ്പം ATI ടെക്നോളജീസ് എന്ന കമ്പനിയായിരുന്നു ഇതിനു മുമ്പ് ഗ്രാഫിക്സ് കാർഡുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിരുന്നത്. അവരുടെയാണ് റേഡിയോൺ എന്ന ഗ്രാഫിക്സ് കാർഡുകൾ. 2006-ൽ ATI ടെക്നോളജി AMDയെ ഏറ്റെടുത്തു. ഗെയിമിങ്ങിനും ഇമേജ് വീഡിയോ പ്രോസസ്സിംഗിനുമായി ഗ്രാഫിക്സ് കാർഡുകൾ വികസിപ്പിക്കുന്ന കമ്പനികൾ AI ടെക്നോളജിയുടെ നട്ടെല്ലായതിൽ അതിശയമൊന്നുമില്ലല്ലോ. 1999 ജനുവരി 22-ന് എൻവിഡിയ US-ലെ NSDAQ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ആ വർഷം തന്നെ ലോകത്തിലെ ആദ്യത്തെ GPU ആയ 256 പുറത്തിറക്കി. അതോടെ പാരലൽ പ്രോസസ്സിംഗ് എന്ന പുതിയ രീതി രംഗത്ത് വന്നു. അതോടൊപ്പം തുടക്കത്തിൽ പിന്തിരിഞ്ഞിരുന്ന മൈക്രോസോഫ്റ്റ് തന്റെ എക്സ്ബോക്സ് ഗെയിമിങ്ങിനായി എൻവിഡിയെ സമീപിച്ചു. അവർ തമ്മിൽ കരാറും ഒപ്പിട്ടു. പിന്നീട് 2000-ൽ സോണിയുടെ പ്ലേ സ്റ്റേഷന് ഗ്രാഫിക്സ് കാർഡ് നൽകിയത് ഇതേ എൻവിഡിയ തന്നെയായിരുന്നു. 2001 നവംബർ 30-ന് S&P 500 എന്ന മാർക്കറ്റ് ലിസ്റ്റിൽ എൻവിഡിയയെ ചേർത്തു. അന്നേ വരെ എൻറോൺ കോർപ്പറേഷൻ എന്ന കമ്പനിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ മാറ്റി നിർത്തിയായിരുന്നു എൻവിഡിയ കോർപ്പറേഷനെ ഈ ലിസ്റ്റിൽ ചേർത്തിയത്. ഇത് US-ലെ ഏറ്റവും വലിയ 500 പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളുടെ ഒരു മാർക്കറ്റാണിത്. 2007-ൽ ഫോബ്സ് മാഗസിന്റെ കമ്പനി ഓഫ് ദ ഇയർ എന്ന പുരസ്കാരം എൻവിഡിയയെ തേടിയെത്തി. ഗ്രാഫിക് പെർഫോമൻസിലും ഗെയിമിംഗ് ടെക്നോളജിയിലും മികച്ച GPU നൽകിയ GeForce 8800 പുറത്തിറക്കിയതിനായിരുന്നു ഈ പുരസ്കാരം കരസ്ഥമാക്കിയത്. ഗെയിമിങ്ങിനായി രൂപപ്പെടുത്തിയ ഇത്തരം ഗ്രാഫിക്സ് കാർഡുകളുടെ അനന്ത സാധ്യതകളെപ്പറ്റി ജെൻസൺ ഹുവാങ് മനസ്സിലാക്കിയിരുന്നു. ഗെയിമുകളിൽ മിഴിവുള്ള ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം ചിപ്പുകളുടെ പവർ ഉപയോഗിച്ച് റോക്കറ്റ് പറത്താനും മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ കമ്പ്യൂട്ടർ സിമുലേഷൻ ഉണ്ടാക്കാനും, എന്തിനു പറയുന്നു, ഒരു റോബോട്ടിനെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പ്രാപ്തനാക്കാനും പറ്റുമെന്ന് ഇദ്ദേഹം കണക്കുകൂട്ടി. 2006-ൽ അദ്ദേഹം മറ്റൊരാളും ചിന്തിക്കാത്ത വളരെ നൂതനമായ ഒരു ആശയം കൊണ്ടുവന്നു. അതാണ് CUDA, അതായത് കമ്പ്യൂട്ടഡ് യൂണിഫൈഡ് ഡിവൈസ് ആർക്കിടെക്ചർ. ഇതിന് ഒരു ഗ്രാഫിക്സ് ചിപ്പിന്റെ മുഴുവൻ പവറും ഉപയോഗിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ, ഓട്ടോണോമസ് ആയിട്ടുള്ള വണ്ടികൾക്കുള്ള പ്രോസസ്സിംഗ് പവർ, പിന്നെ AI കാൽക്കുലേഷനുകൾ, AI ഡീപ്പ് ലേണിംഗ് എന്നിവ ഉൾപ്പെടെയുള്ളവ ഇതുപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2012-ൽ ജെഫ്രി ഹിൻഡന്റെ നേതൃത്വത്തിൽ
ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബ്രെയിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇതിനായി അവർ എൻവിഡിയയുടെ കൂടെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനായി അവർ എൻവിഡിയയുടെ കൂടയിൽ പ്രവർത്തിക്കുന്ന ചിപ്പ് ഉപയോഗിച്ച് ചിത്രങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന ഒരു AI ഡീപ് ലേണിംഗ് ആർക്കിടെക്ചർ ഉണ്ടാക്കി. അതിന്റെ പേരാണ് അലക്സ് നെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ AI മത്സരത്തിൽ അലക്സ് നെറ്റ് വിജയിച്ചു. അതോടെ വലിയ കമ്പനികൾ എൻവിഡിയെ തേടി വന്നു. ഇതോടെ എൻവിഡിയയുടെ വളർച്ച അടുത്ത ഘട്ടത്തിൽ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ജനറേറ്റീവ് AI മോഡലുകൾ വന്നതോടുകൂടി എൻവിഡിയയുടെ ആസ്തി, അതായത് എൻവിഡിയയുടെ മൂല്യം എന്ന് പറയുന്നത് 4 ട്രില്യനായി മാറി. ഇന്റർനെറ്റ് 20 വർഷത്തിനുള്ളിൽ അനേകം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനേക്കാൾ കൂടുതൽ കോടീശ്വരന്മാരെ വെറും 5 വർഷം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് എൻവിഡിയയുടെ മേധാവിയായ ജെൻസൺ ഹുവാങ് പറഞ്ഞത്. ഇനി എൻവിഡിയ എന്ന കമ്പനി ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നിരവധി ഇന്ത്യൻ കമ്പനികൾ എൻവിഡിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തിന് അനുയോജ്യമായ ഭാഷാ മോഡലുകൾ വികസിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും റിലയൻസ് എൻവിഡിയയുടെ ചിപ്പ് ഉപയോഗിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നുണ്ട്. റിലയൻസ് ജിയോയിലൂടെ 450 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് AI സേവനങ്ങൾ നൽകാൻ പദ്ധതിയിടുന്നുണ്ട്. എന്റർപ്രൈസ് ഗ്രേഡ് ജനറേഷൻ സൊല്യൂഷൻ നൽകാനായി ഇൻഫോസിസ് എൻവിഡിയയുടെ AI സ്റ്റാക്കിനെ അവരുടെ ടോപ്പാസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിച്ചിരുന്നു. AI വികസനത്തിനും പരിശീലനത്തിനും പ്രവർത്തനത്തിനും വേണ്ടിയുള്ള ഉപകരണങ്ങളുടെയും ടെക്നോളജികളുടെയും ഒരു കൂട്ടത്തെയാണ് AI സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഇൻഫോസിസ് ടോപ്പാസ് എന്നത് AI ടെക്നോളജിയെ മുൻനിർത്തിക്കൊണ്ട് വിവിധ ബിസിനസ്സുകളെ അവരുടെ പ്രവർത്തനങ്ങളിൽ ജനറേറ്റീവ് AIകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സേവനങ്ങളും പ്രയോജനങ്ങളും കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്നതിനായി ഇൻഫോസിസ് നിർമ്മിച്ച ഒരു AI പ്ലാറ്റ്ഫോമാണിത്. 2023 വലിയ തോതിൽ AI അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പ് വളരെ തന്ത്രപരമായ സഹകരണം എൻവിഡിയുമായി പ്രഖ്യാപിച്ചു. GH200 ഗ്രേസ് ഹോപ്പർ സൂപ്പർ ചിപ്പ് എന്ന അത്യാധുനിക ചിപ്പ് ഉപയോഗിച്ചുള്ള ഒരു AI സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിൽ രംഗത്ത് വരും. ടാറ്റയുടെ TCS ജനറേറ്റീവ് AI ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുകയും തൊഴിലാളികളുടെ വൈദഗ്ധ്യവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിപ്രോ, ടെക് മഹേന്ദ്ര, L&T ടെക്നോളജി എന്നീ ഇന്ത്യൻ കമ്പനികൾ എൻവിഡിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻവിഡിയ എന്ന ഭീമൻ കമ്പനിയുടെ കഥ. $130.5 ബില്യൺ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ആസ്തി. അതായത് കഴിഞ്ഞ വർഷത്തെക്കാൾ 114% കൂടിയത്. $5 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ മറികടന്ന ആദ്യത്തെ കമ്പനിയാണിത്. എത്രയൊക്കെ ചിപ്പുകൾ വന്നാലും എൻവിഡിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.